ഹായ് ഓൾ. നമ്മൾ ഗേറ്റിൻ്റെയും അതുപോലെ തന്നെ നെറ്റിൻ്റെയും ക്ലാസ്സസ്സാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡും എടുത്തിട്ടുണ്ട്. അപ്പം ഈ ചാനലിൽ തന്നെ മിസ്സ് കുറേ ഗേറ്റിൻ്റെയും നെറ്റിൻ്റെയും കുറച്ച് സബ്ജക്ട്സുകളും അതിൻ്റെ PYQസും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് എടുക്കാനായിട്ട് നമുക്ക് പിന്നെ പറ്റിയിട്ടില്ല. അതായത് നമ്മൾ വെറുതെ തിയറി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, വെറുതെ PYQ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് രണ്ടും ഒന്നിച്ച് എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ PYQ ചെയ്യുന്ന കൂട്ടത്തിൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണെങ്കിലും നമുക്കത് യൂസ്ഫുള്ളാണ്. അപ്പം ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു സ്ട്രക്ചറിൽ ഫോളോ ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ കുറേ മുമ്പ് തന്നെ ഇത് ഷെഡ്യൂൾ ചെയ്തതാണ്, എന്നിട്ട് നമുക്കത് എടുത്ത് തീർക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം നോർമലി കുറച്ചധികം വീഡിയോസ് ഈ ചാനലിലുണ്ട്. അതിൻ്റെ PYQ സെക്ഷൻസും തിയറി ക്ലാസ്സസും റിപ്പീറ്റായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇത്രയും പാട്. അതായത് ഇന്ന സബ്ജക്റ്റ് എടുക്കണം, ഇന്ന PYQ എടുക്കണം, അങ്ങനെ. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത കുറച്ച് ടോപ്പിക്സ് കാണും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഒരു ടോപ്പിക്കുണ്ട്, റാൻഡം വോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് CSIR നെറ്റിനുള്ള ടോപ്പിക്കാണ്, ഗേറ്റിനുള്ളതല്ല. അപ്പം റാൻഡം വോക്ക് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തതാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മുടെ മലയാളം ലാംഗ്വേജിൽ വീഡിയോസ് കുറവാണ്. അപ്പം അങ്ങനെ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് തന്നിട്ട് മിസ്സേ PYQ എടുക്കുമോ തിയറി എടുക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ പറയുന്ന കൺവീനിയൻറ്റ് ടൈമിൽ ഞാനത് എടുത്തിടാം. അതുപോലെ തന്നെ വേറെ മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ പാർട്ടിക്കിളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോരോ രീതികളുണ്ട് അല്ലേ, മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പല പല ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഓൺ ലാംഗ്വേജിലുള്ള വീഡിയോസും കുറവാണ്. ഇനിയും സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഞാൻ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾക്ക് അത്ര വിഷയം ഉണ്ടായിരിക്കത്തില്ല. പിന്നെ നമുക്ക് പാട് വരുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിലും ഓൺ ലാംഗ്വേജിൽ തിയറി ക്ലാസ്സസ് ഉണ്ടാകും, പക്ഷേ എനിക്കറിയില്ല PYQs ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇലക്ട്രോണിക്സ് ദാറ്റ് ഈസ് ആക്ച്വലി എനിക്കും കുറച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രോണിക്സ്. എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് കൺവീനിയൻ്റായിട്ട് ചെയ്യാം. സ്പെക്ട്രോസ്കോപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. സ്പെക്ട്രോസ്കോപ്പിയുടെ കുറേ മാക്സിമം നമ്മൾ പോർഷൻ ആറ്റമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് മിക്ക കുറച്ച് ടോപ്പിക്സൊക്കെ നമുക്ക് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും ചില ചാനലുകളിൽ. പക്ഷേ ഇപ്പം മില്ലർ ഇൻഡിസസ്, അതുപോലെ തന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട് എപ്പോഴും വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചൂസൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുത്ത് തരുമോ എന്ന് ഒരു സ്പെസിഫിക് ടോപ്പിക്ക് എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എത്രയും വേഗം തന്നെ അത് ചെയ്തു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ടോപ്പിക്സ് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ ആലോചിക്കണത് ആദ്യം തൊട്ട് PYQ തിയറി എല്ലാം എടുത്തെടുത്ത് വരണം. അപ്പം അങ്ങനെ എനിക്ക് എടുത്തു വരാനൊരു ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാത്തമാറ്റിക്കൽ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, പക്ഷേ ഇന്ന ടോപ്പിക്കിൽ ഒരു വീഡിയോയും കിട്ടിയില്ല. അങ്ങനെയാണ് അതൊന്ന് എടുത്തു തരുമോ എന്നുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഈ സമയത്തിനുള്ളിൽ ഞാനത് ചെയ്തു തരാവേ. നിങ്ങൾ വേറൊരു സബ്ജക്റ്റാണ് പഠിക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ സബ്ജക്റ്റിൽ ഈ ഡൗട്ട് ഉണ്ട്, അതൊന്ന് എടുത്തു തരുമോ എന്ന് വെച്ചാൽ എടുത്തു തരാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം എടുത്തു തരാം. പിന്നെ ഞാൻ പറയാനുള്ളത്, എനിക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെയാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗേറ്റിൻ്റെ നെറ്റിൻ്റെയും കറക്റ്റ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മലയാളം ക്ലാസ്സസ് ഉണ്ടോയെന്ന് മിസ്സിന് അറിഞ്ഞുകൂടാ. വേറെ HSC റെയിൽവേ എക്സാംസിൻ്റെയൊക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സുകളുണ്ട്, പക്ഷെ അത്രയുമൊന്നും നമുക്ക് വേണ്ടതായിട്ടില്ല. അപ്പം നമ്മുടെ ചാനലിൽ തന്നെ കുറേ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെ കേൾക്കുക. പിന്നെ ഇംഗ്ലീഷിൻ്റെ വേണമെങ്കിൽ, അതായത് ഗേറ്റിന് ലാംഗ്വേജ് വരുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ തന്നെ ഗേറ്റിൻ്റെ സിലബസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് നോക്കുക കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് വരുന്നുണ്ട്, അതിൽ സിനനംസ് അതുപോലെ തന്നെ ആനനംസ്, അതുപോലെ തന്നെ EDMs എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ആയിട്ട് എന്നും വേണമെങ്കിലൊന്ന് നോക്കാം, മാക്സിമം പറ്റുന്നത് പോലെ ഇടാം. സിനനംസും ആനനംസ് വെച്ചാൽ ഓപ്പോസിറ്റ്, വേർഡിൻ്റെ ഓപ്പോസിറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചൊരു ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള
ബേസ്ഡ് ആയിട്ടുള്ളതും കൂടെ ഗേറ്റിനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസ് എൻ്റെ ചാനലിലുണ്ട്, അത് കേൾക്കുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത്, മലയാളം ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ക്രിസ്റ്റി സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. ക്രിസ്റ്റി വർഗീസ് നിങ്ങൾ നോക്കിയാൽ മതി. ക്രിസ്റ്റി വർഗീസ് ക്ലാസ്സസ് ഫോർ CSIR നെറ്റ് ഓർ ഗേറ്റ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സാറിൻ്റെ ചാനൽ വരും. അപ്പം സാറിൻ്റെ ക്ലാസ്സസ് വളരെ നല്ല ക്ലാസ്സസ്സാണ്. പ്ലസ് നിങ്ങൾക്ക് അതിൽ PYQs കിട്ടും. പക്ഷേ യൂട്യൂബിൽ കണ്ടാൽ മതി കേട്ടോ, പെയ്ഡൊന്നും ചെയ്യണം എന്നില്ല. സാറിനല്ലാതെ പെയ്ഡായിട്ടുള്ളത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ഒത്തിരി പെയ്ഡായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഹിന്ദി നോർത്ത് ഇന്ത്യൻസിനൊക്കെ മീൻസ് ചാനലുകളുണ്ട്. അപ്പോൾ പെയ്ഡായിട്ടൊന്നും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് ക്രിസ്റ്റി സാറിൻ്റെ ക്ലാസ്സസ് കാണുക, PYQ ചെയ്യുക. ഞാനും കുറേ PYQs ഇതുപോലെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ടൈമിനുള്ളത് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കേൾക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ക്രിസ്റ്റി സാറിൻ്റെ ക്ലാസ് അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ ടു വാച്ച് ക്രിസ്റ്റി സാർ ക്ലാസ്സസ്. അത് അതർവൈസ് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഒന്ന് മിസ് ഓൺ ലാംഗ്വേജിൽ ഒന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ കണ്ടൻറ്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വെച്ചാൽ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഏതെങ്കിലുമൊക്കെ ഇത് PYQs ക്വസ്റ്റ്യനോ ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഇൻട്രാക്റ്റീവ് ഇൻ അവർ ചാനൽ. കാരണം അല്ലെങ്കിൽ ഞാൻ ആദ്യം തൊട്ട് എടുത്ത് തിയറി എടുത്ത് PYQ എടുത്ത് അങ്ങനെ, അപ്പോൾ എനിക്കും സമയം കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ എക്സാംസ് തീരും. അപ്പം ഐ ഡോണ്ട് നോ നിങ്ങൾ എത്ര പേരാണ് നമ്മുടെ എക്സാമിന് വേണ്ടി തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കണതെന്ന് മിസ്സിന് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് കിട്ടുന്നില്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു കമൻറ്റ്. ദെൻ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ തിയറിയും PYQയും എടുത്തു തരാം. നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും PYQയും സോൾവ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു സേ വൺ ടോപ്പിക് ഓർ മിസ് ചെയ്തെടുക്കാവോ, അല്ലെ ഈ സബ്ജക്റ്റിൽ ഈ ടോപ്പിക്ക് പറയുമോ, അങ്ങനെ. ഓക്കെ, അപ്പോൾ പല സബ്ജക്റ്റിൽ പല ടോപ്പിക്കാവാം, അല്ലെ ഒരു സബ്ജക്റ്റ് തന്നെ ആവും. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞോ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും പറഞ്ഞോ, നമുക്കതും ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാണ്. എനിക്ക് ഒരു ടോപ്പിക്ക് പോയി പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന ടോപ്പിക്കിൽ വർക്ക് ചെയ്ത് ഇന്ന PYQ ചെയ്താൽ മതി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ, കാരണം നമ്മളിങ്ങനെ നെറ്റും ഗേറ്റും ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വി ആർ നെവർ സ്റ്റാർട്ടഡ് ഇറ്റ്, ബിക്കോസ് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു ഇടയ്ക്ക് നമ്മൾ കണ്ടിന്യൂ ആയതായിരുന്നു, പിന്നെ നമുക്കത് പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്കായി. അപ്പം ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ചില സോഴ്സസൊക്കെ നിങ്ങൾക്ക് കിട്ടും ചില ടോപ്പിക്സിൻ്റെ, ബട്ട് ചിലതിനൊട്ടും നിങ്ങൾക്ക് സോഴ്സ് കിട്ടത്തില്ല യൂട്യൂബിൽ. ദർ ആർ മെനി വേറെ ലാംഗ്വേജ് ഇത് കാണും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ അങ്ങനത്തെ ടോപ്പിക്സ് എന്താണെങ്കിലും എടുത്തു തരാം. ആൻഡ് വൺസ് നമ്മളൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം ആദ്യം തൊട്ട്. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ഉറപ്പ്, നാളെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നാളെ തുടങ്ങിയില്ലെങ്കിൽ അതൊരു നല്ല പ്രവണതയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അത്രയേ ഉള്ളൂ. സോ കമൻറ്റ് ബിലോ ഇഫ് യു നീഡ് any topics in the coming days or coming week or whatever you need, whenever you need, you just comment below. Okay, so thanks for watching. Bye.